Hi everyone, welcome to the class of DSP. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് convolution. Definition of convolution. Convolution is a mathematical way of combining two signals to form a third signal. രണ്ട് സിഗ്നൽസ് കമ്പൈൻ ചെയ്ത് തേർഡ് സിഗ്നൽ ആക്കുന്നതാണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്. കൺവല്യൂഷൻ രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ലീനിയർ കൺവല്യൂഷൻ, സെക്കൻഡ് വൺ സർക്കുലർ കൺവല്യൂഷൻ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലീനിയർ കൺവല്യൂഷൻ. തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ലെങ്ത് അധികമാവുമ്പോൾ ഉപയോഗിക്കുന്ന ഫിൽറ്ററിംഗ് ടെക്നിക്കാണ് ഓവർലാപ്പ് സേവ് മെത്തേഡും ഓവർലാപ്പ് ആഡ് മെത്തേഡും. മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് പരിചയപ്പെടാനുണ്ട്. എക്സ് ഓഫ് എൻ ഇൻപുട്ട് സീക്വൻസ്, എച്ച് ഓഫ് എൻ ഇമ്പൾസ് റെസ്പോൺസ്, വൈ ഓഫ് എൻ ഔട്ട്പുട്ട് സീക്വൻസ്. എൽ എസ് ലെങ്ത് ഓഫ് ഇൻപുട്ട് സീക്വൻസ്, എം ലെങ്ത് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്, എൽ സൈസ് ഓഫ് ന്യൂ ഡാറ്റ പോയിൻറ്റ്സ്, n size of blocks of data. ഒരു ഇക്വേഷൻ ഉണ്ട് n കണ്ടുപിടിക്കാൻ. n = l + m - 1. ഓവർലാപ്പ് സേവ് മെത്തേഡ്. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിവൈഡ് ദ ഇൻപുട്ട് സീക്വൻസ് ഇൻ ദി ബ്ലോക്സ് ഓഫ് ഡാറ്റ. അതായത് തന്നേക്കുന്ന ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് എൻ ആണെങ്കിൽ അതിനെ കുറച്ച് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്, പെർഫോം സർക്കുലർ കൺവല്യൂഷൻ ഓൺ ഈച്ച് ബ്ലോക്സ് വിത്ത് ഇമ്പൾസ് റെസ്പോൺസ്. ഈ ഡിവൈഡ് ചെയ്ത ബ്ലോക്സിന് ഓരോ ബ്ലോക്സിനെയും തന്നേക്കുന്ന ഇമ്പൾസ് റെസ്പോൺസുമായിട്ട് സർക്കുലർ കൺവല്യൂഷൻ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ്, അറേഞ്ച് ദ കൺവല്യൂട്ടഡ് റിസൾട്ട്സ്. കൺവല്യൂഷൻ സർക്കുലർ കൺവല്യൂഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ട്സിനെ അറേഞ്ച് ചെയ്യുക. എക്സാമ്പിൾ ഓഫ് ഓവർലാപ്പ് സേവ് മെത്തേഡ്. കൺസിഡർ എ സീക്വൻസ് എക്സ് ഓഫ് എൻ ഓഫ് ലെങ്ത് 10 ആൻഡ് ആൻ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ഓഫ് ലെങ്ത് 3. എക്സ് ഓഫ് എൻ = 3 - 1 0 1 3 2 0 1 2 1. Impulse response h of n = 1 1 1. ls = 10. ls is the length of the input sequence. m = 3. m is the length of the impulse response. l = 3. l = 3 നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അതായത് എല്ലും എൽ എസും തമ്മിൽ വ്യത്യാസമുണ്ട്. എൽ എസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഇൻപുട്ട് സീക്വൻസ് ആണ്. എൽ എന്ന് പറയുന്നത് സൈസ് ഓഫ് ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് ആണ്. അത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് l = 3. m - 1 = 2 കണ്ടെത്തുക. ഇനി നമുക്കറിയുന്ന ഇക്വേഷൻ n = l + m - 1. സോ n = 5. എന്ന് പറയുന്നത് സൈസ് ഓഫ് ബ്ലോക്സ് ഓഫ് ഡാറ്റ. ഓരോ ബ്ലോക്കിൻ്റെയും സൈസാണ് n. n = 5. ഇനി ഇവിടെ താഴെ ബ്ലോക്ക് ഡിവൈഡിങ് എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട്, കൺവല്യൂഷൻ എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട്, അറേഞ്ചിങ് എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് മൂന്നും ചെയ്യണം. ഫസ്റ്റ് ബ്ലോക്ക് ഡിവൈഡിങ്, സെക്കൻഡ് കൺവല്യൂഷൻ, ലാസ്റ്റ് അറേഞ്ചിങ്. ഫസ്റ്റ് ബ്ലോക്ക് ഡിവൈഡിങ് എങ്ങനെയെന്ന് നോക്കാം. x1 of n. x1 of n = 0 0 3 - 1 0. ഫസ്റ്റ് ടു ഡാറ്റാസ് എന്ന് പറയുന്നത് m - 1 പോയിൻറ്റ്സ് ആയിരിക്കണം. m - 1 ഇവിടെ 2 ആണ്. അപ്പോൾ 2 പോയിൻറ്റ്സ് നമ്മൾ 0 0 ആഡ് ചെയ്യും. നെക്സ്റ്റ്
ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് ആഡ് ചെയ്യും. 3 -1 0. x2 ഓഫ് എന്നിൽ ഫസ്റ്റ് 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് m-1 പോയിൻറ്റ്സ്, അതായത് 2 പോയിൻറ്റ്സ് ഓഫ് ദ പ്രീവിയസ് സിഗ്നൽ, അതായത് -1 0. അടുത്ത 3 ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് 1 3 2, സിഗ്നലിൽ നിന്ന് എടുത്ത് എഴുതുക 1 3 2, അങ്ങനെ ടോട്ടൽ 5. നെക്സ്റ്റ് x3 ഓഫ് n. x3 ഓഫ് എന്നിൻ്റെ ഫസ്റ്റ് 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് m-1 2 ആണ്, അതായത് 2 പോയിൻറ്റ്സ് ആണ്. 2 പോയിൻറ്റ്സ് ഓഫ് ദ പ്രീവിയസ് സിഗ്നൽ 3 2. അടുത്ത 3 ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് ആണ്, സിഗ്നലിൽ നിന്ന് എടുത്ത് എഴുതുക 0 1 2. അതുപോലെ തന്നെ x4 ഓഫ് എന്നിൽ ഫസ്റ്റ് 2 എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സ് ഫ്രം ദ പ്രീവിയസ് സിഗ്നൽ 1 2. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിഗ്നലിൽ ബാക്കിയുള്ളത് 1 എഴുതുക, ബാക്കി 0 0 വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അങ്ങനെ 5 പോയിൻറ്റ്സ് വെച്ച് ഫില്ല് ചെയ്യാം. അങ്ങനെ x1 ഓഫ് n, x2 ഓഫ് n, x3 ഓഫ് n, x1 ഓഫ് n, x4 ഓഫ് n ഈ ഓർഡറിൽ എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പ് കൺവല്യൂഷൻ. സർക്കുലർ കൺവല്യൂഷൻ മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. x1 ഓഫ് n സിഗ്നൽ എടുക്കാം. x1 ഓഫ് n എന്ന് പറയുന്നത് 0 0 3 -1 0. ഇതിനെ നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് h ഓഫ് n 1 1 1 ആയിട്ട് സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ആൻസറാണ് -1 y1 ഓഫ് n = -1 0 3 2 2. x2 ഓഫ് എന്നിനെ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാം. h ഓഫ് n വച്ചിട്ട് സർക്കുലർ കൺവല്യൂഷൻ കിട്ടുമ്പം ചെയ്യുമ്പോൾ 4 1 0 4 6, അങ്ങനെ ഓരോ സിഗ്നലിനെയും സർക്കുലർ കൺവല്യൂഷൻ ചെയ്തിട്ട് y1 ഓഫ് n, y2 ഓഫ് n, y3 ഓഫ് n, y4 ഓഫ് n കണ്ടുപിടിക്കാം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്യാം. ഈ കിട്ടിയ ഔട്ട്പുട്ട്സിനെ y1 ഓഫ് എന്നിനെയും അപ് ടു y4 n വരെ അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് -1 0 3 2 2 എഴുതുക. 2 പോയിൻറ്റ്സ് വിട്ടിട്ട്, അതായത് m-1 = 2 അല്ലേ, അത് കാരണം 2 പോയിൻറ്റ്സ് വിട്ടിട്ട് നെക്സ്റ്റ് 1 അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ y3 ഓഫ് n-ഉം 2 പോയിൻറ്റ്സ് വിട്ടിട്ട് അറേഞ്ച് ചെയ്യുക. ലാസ്റ്റ് y4 n-ഉം 2 പോയിൻറ്റ്സ് വിട്ടിട്ട് അറേഞ്ച് ചെയ്യുക. ആൻസർ എടുത്ത് എഴുതുമ്പോൾ y ഓഫ് n എടുത്ത് എഴുതുമ്പോൾ ഓരോ ഔട്ട്പുട്ടിൻ്റെ ലാസ്റ്റ് 3 മാത്രം എഴുതിയാൽ മതി. അങ്ങനെ എഴുതി വരുമ്പോൾ 3 2 2 0 4 6 5 3 3 4 3 1, ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ് ഓവർലാപ്പ് സേവ് മെത്തേഡ്. സെയിം എക്സാമ്പിൾ. Given x of n = 3 -1 0 1 3 2 0 1 2 1. h of n = 1 1 1. Let n = 5. ഇവിടെ നമ്മൾ n-ൻ്റെ വാല്യൂ 5 ആയിട്ട് ചൂസ് ചെയ്തേക്കാണ്. ഇതിങ്ങനെയും ചെയ്യാം. ഒന്നില്ലെങ്കിൽ l ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ n ചൂസ് ചെയ്യുക. ഇവിടെ n ചൂസ് ചെയ്തേക്കുന്നത് 5 ആയിട്ടാണ്. Let n = 5. Length of h of n, length of impulse response m = 3. m-1 = 2. ഇനി ഫോർമുല n = l + m-1. സോ l = 3 എന്ന് നമുക്ക് കിട്ടും. l എന്ന് പറയുന്നത് സൈസ് ഓഫ് ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ബ്ലോക്ക് ഡിവൈഡിങ്. ആദ്യം തന്നേക്കുന്ന സിഗ്നൽ x ഓഫ് n എടുത്ത് എഴുതാം. x ഓഫ് n = 3 -1 0 1 3 2 0 1 2 1. നെക്സ്റ്റ് x1 ഓഫ് n. x1 ഓഫ് n-ൻ്റെ ടോട്ടൽ പോയിൻറ്റ്സ്
5 ആണ്, കാരണം n = 5 ആയ കാരണം. ഫസ്റ്റ് 2 പോയിൻറ്റ്സ്, അതായത് m-1 = 2 ആയ കാരണം ഫസ്റ്റ് 2 പോയിൻറ്റ്സിൽ 0 ആഡ് ചെയ്യുക. നെക്സ്റ്റ് 3 പോയിൻറ്റ്സ് ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് ആണ്. അത് x(n) നിന്ന് എടുത്ത് എഴുതുക. 3 - 1 0. സോ x1 of n = 0 0 3 - 1 0. അടുത്തത് x2 of n. x2 of n എഴുതുമ്പോൾ ആദ്യത്തെ 2 പോയിൻറ്റ്സ് പ്രീവിയസ് ഡാറ്റ എന്ന് എഴുതുക. പ്രീവിയസ് ഡാറ്റയിലെ അവസാനത്തെ 2 പോയിൻറ്റ്സ് എന്ന് എഴുതുക. -1 0. അടുത്ത 3 പോയിൻറ്റ്സ് ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് സിഗ്നലിൽ നിന്ന് എഴുതുക. 1 3 2. സോ x2 of n = -1 0 1 3 2. അതുപോലെ x3 of n. ഫസ്റ്റ് 2 പോയിൻറ്റ്സ് പ്രീവിയസ് ഡാറ്റ എന്ന് എഴുതുക. 3 2. നെക്സ്റ്റ് 3 പോയിൻറ്റ്സ് ന്യൂ പോയിൻറ്റ്സ് ആണ്. അത് സിഗ്നലിൽ നിന്ന് എഴുതുക. 0 1 2. സോ x3 of n = 3 2 0 1 2. അതുപോലെ x4 of n. ഫസ്റ്റ് 2 പോയിൻറ്റ്സ് പ്രീവിയസ് ഡാറ്റ എന്ന് എഴുതുക. 1 2. പിന്നെ സിഗ്നലിൽ 1 റിമൈനിങ് ആണ്. 1 എടുത്ത് എഴുതുക. ബാക്കി 2 സ്പേസും 0 വെച്ച് ഫില്ല് ചെയ്യുക. ഇതാണ് ബ്ലോക്ക് ഡിവൈഡിങ്. സെക്കൻഡ് സ്റ്റെപ്പ് സർക്കുലർ കൺവല്യൂഷൻ. ഓരോ സിഗ്നലും x1 of n തൊട്ട് x4 of n വരെ തന്നേക്കുന്ന ഇമ്പൾസ് റെസ്പോൺസുമായിട്ട് സർക്കുലർ കൺവല്യൂഷൻ ചെയ്യുക. സർക്കുലർ കൺവല്യൂഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് വരച്ചിട്ടുള്ള മെത്തേഡാണ്. അത് സർക്കുലർ കൺവല്യൂഷൻ ടോപ്പിക്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ മെത്തേഡ്. അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടാണ് y1 of n = -1 0 3 2 2. y2 of n = 4 1 0 4 6. y3 of n = 6 7 5 3 3. y4 of n = 1 3 4 3 1. തേർഡ് സ്റ്റെപ്പ് അറേഞ്ചിങ്. കിട്ടിയ ഔട്ട്പുട്ട്സ് y1 of n തൊട്ട് y4 of n വരെ തന്നേക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് 2 പോയിൻറ്റ്സ് ഡിസ്കാർഡ് ചെയ്യുക. എന്നിട്ട് ഫൈനൽ ഔട്ട്പുട്ട് എഴുതാം. y of n = 3 2 2 0 4 6 5 3 3 4 3 1. ഓവർലാപ്പ് ആഡ് മെത്തേഡ്. അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിവൈഡ് ദ ഇൻപുട്ട് സീക്വൻസ് ഇൻ ദ ബ്ലോക്സ് ഓഫ് ഡാറ്റ. സെക്കൻഡ് സ്റ്റെപ്പ് പെർഫോം സർക്കുലർ കൺവല്യൂഷൻ of each blocks with impulse response. Third step, add and arrange the convoluted results. ഈ പ്രൊസീജിയർ ഓവർലാപ്പ് സേവ് പോലെ തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. തേർഡ് സ്റ്റെപ്പിൽ ആഡ് ആൻഡ് അറേഞ്ച് ദ കൺവല്യൂട്ടഡ് റിസൾട്ട്സ് ആണ്. അറേഞ്ച് ചെയ്തിട്ട് റിസൾട്ട്സിനെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിലും ചെറിയ വ്യത്യാസമുണ്ട്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഓവർലാപ്പ് ആഡ് മെത്തേഡ്. കൺസിഡർ എ സീക്വൻസ് x of n of length 10 and impulse response h of n of length 3. x of n = 3 - 1 0 1 3 2 0 1 2 1. h of n = 1 1 1. ls = 10, length of the input sequence. m, length of the impulse response = 3. ഇനി l = 3 നമ്മൾ ചൂസ് ചെയ്യുന്നു. m-1 = 2. ഇനി ഫോർമുല n = l + m-1. സോ n = 5.
ലെങ്ത് ഓഫ് ദ ഔട്ട്പുട്ട് ഡാറ്റ. അതാണ് n. 3 സ്റ്റെപ്സും കാണിച്ചിട്ടുണ്ട്: ബ്ലോക്ക് ഡിവൈഡിങ്, കൺവല്യൂഷൻ, അറേഞ്ചിങ് ആൻഡ് ആഡിങ്. ഈ ബ്ലോക്ക് ഡിവൈഡിങ് എങ്ങനെയെന്ന് നോക്കാം. x1 of n is equal to 3 minus 1 0 0 0. ആദ്യത്തെ 3 പോയിൻറ്റ്സ് സീക്വൻസിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് എഴുതാം. ലാസ്റ്റ് 0 0 ആഡ് ചെയ്യാം. എല്ലാത്തിലും ലാസ്റ്റ് 0 0 ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ x2 of n is equal to 1 3 2. ലാസ്റ്റ് 0 0 ആഡ് ചെയ്തു. x3 of n is equal to 0 1 2. സീക്വൻസിൽ നിന്ന് എടുത്ത് എഴുതുക. ലാസ്റ്റ് 0 0 ആഡ് ചെയ്തു. x4 of n is equal to 1 0 0. ലാസ്റ്റ് വീണ്ടും 2 zeros ആഡ് ചെയ്തു. ഇങ്ങനെയാണ് ബ്ലോക്ക് ഡിവൈഡിങ്. നെക്സ്റ്റ് കൺവല്യൂഷൻ. സർക്കുലർ കൺവല്യൂഷൻ ഉപയോഗിച്ചിട്ട് y1 of n തൊട്ട് y4 of n വരെ കണ്ടെത്താം. തേർഡ് സ്റ്റെപ്പ് അറേഞ്ചിങ് ആൻഡ് ആഡിങ്. തന്നേക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഓരോ സീക്വൻസിൻ്റെ y1 of n-ൻ്റെ ഫസ്റ്റ് 3 ഡാറ്റ പോയിൻറ്റ്സ് ആണ് എഴുതുന്നത്. എന്നിട്ട് ലാസ്റ്റ് 2 പോയിൻറ്റ്സ് അടുത്ത സീക്വൻസിൻ്റെ ഫസ്റ്റ് 2 പോയിൻറ്റ്സുമായിട്ട് ആഡ് ചെയ്യാം. ഇതുപോലെ ആഡ് ചെയ്ത് പോവാം. കിട്ടുന്ന റിസൾട്ട് 3 2 2 0 4 6 5 3 3 4 3 1. ഇത് ഡീറ്റെയിൽഡായിട്ട് അടുത്ത സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. സെയിം എക്സാമ്പിൾ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ n ചൂസ് ചെയ്തു. ഇവിടെ n ആദ്യം ചൂസ് ചെയ്തു, എന്നിട്ട് l കണ്ടുപിടിച്ചു. n = 5 ആയിട്ട് ചൂസ് ചെയ്തു. m = 3, m - 1 = 2. സോ ഫോർമുല ഉപയോഗിച്ചിട്ട് l = 3 കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് ബ്ലോക്ക് ഡിവൈഡിങ്. ആദ്യം ഇൻപുട്ട് സീക്വൻസ് എടുത്ത് എഴുതാം. x of n = 3 - 1 0 1 3 2 0 1 2 1. ഇനി x1 of n. x1 of n എഴുതുമ്പോൾ ആദ്യത്തെ 3 ഡാറ്റാസ് l = 3 ആയ കാരണം ആദ്യത്തെ 3 ഡാറ്റാസ് x of n നിന്ന് ഡയറക്റ്റ് എടുത്ത് എഴുതാം. 3 - 1 0. ലാസ്റ്റ് 2 പോയിൻറ്റ്സ് 0 ആഡ് ചെയ്യാം. x2 of n = ആദ്യത്തെ 3 പോയിൻറ്റ്സ് ഡാറ്റ എന്ന് എടുത്ത് എഴുതാം. x of n നിന്ന് എടുത്ത് എഴുതാം. 1 3 2. ലാസ്റ്റ് 2 പോയിൻറ്റ്സ് സീറോസ് ആഡ് ചെയ്യാം. x3 of n-ൽ സെയിം പ്രൊസീജിയർ. ഫസ്റ്റ് 3 പോയിൻറ്റ്സ് 0 1 2. ലാസ്റ്റ് 2 പോയിൻറ്റ്സ് 0 ആഡ് ചെയ്യാം. x4 of n ഫസ്റ്റ് പോയിൻ്റ് 1. ബാക്കി സ്പേസ് 0 വെച്ച് ഫില്ല് ചെയ്യാം. 0 0 0 0. തേർഡ് സ്റ്റെപ്പ് അറേഞ്ചിങ് ആൻഡ് ആഡിങ്. ഓരോ ഔട്ട്പുട്ടും y1 of n തൊട്ട് y4 of n ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് എഴുതാം. ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ഔട്ട്പുട്ടിൻ്റെ ഫസ്റ്റ് സീക്വൻസിൻ്റെ y1 of n-ൻ്റെ ഫസ്റ്റ് 3 പോയിൻറ്റ്സ് എഴുതാം. 3 2 2. അടുത്ത y2 of n-ൻ്റെ ആദ്യത്തെ 2 പോയിൻറ്റ്സ് പ്രീവിയസ് ഡാറ്റയുടെ ലാസ്റ്റ് 2 പോയിൻറ്റ്സുമായിട്ട് ആഡ് ചെയ്യാം. അതായത് -1 + 1 = 0. 0 + 4 = 4. ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഈ ആഡ് ചെയ്ത പോയിൻറ്റ്സ് എഴുതാം. 0 4. അടുത്തൊരു പോയിൻറ്റും കൂടി y2 of n നിന്ന് എടുത്ത് എഴുതാം. അങ്ങനെ 0 4 6. അതുപോലെ y3 of n. y3 of n-ൻ്റെ ആദ്യത്തെ 2 പോയിൻറ്റ്സ് പ്രീവിയസ് ഡാറ്റയുടെ ലാസ്റ്റ് 2 പോയിൻറ്റ്സുമായിട്ട് ആഡ് ചെയ്യുക. 5 + 0 = 5.
2 + 1 = 3. ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഈ ആഡ് ചെയ്ത പോയിൻറ്റ്സ് എഴുതാം. 5, 3, തേർഡ് പോയിൻ്റ് y3 ഓഫ് n നിന്ന് ഡയറക്റ്റ് എടുത്ത് എഴുതാം 3. അങ്ങനെ 5, 3, 3. ഇനി അടുത്ത y4 ഓഫ് n. y4 ഓഫ് n-ൻ്റെ ആദ്യത്തെ 2 പോയിൻറ്റ്സ് പ്രീവിയസ് ഡാറ്റയുടെ ലാസ്റ്റ് 2 പോയിൻറ്റ്സുമായിട്ട് ആഡ് ചെയ്യുക. 3 + 1 = 4, 2 + 1 = 3. അങ്ങനെ എന്നിട്ട് y4 ഓഫ് n-ൻ്റെ ആദ്യത്തെ 3 പോയിൻറ്റ്സ് എടുത്ത് എഴുതാം. ആഡ് ചെയ്ത പോയിൻറ്റ്സും തേർഡ് പോയിൻറ്റും 4, 3, 1. ലാസ്റ്റ് 0 zeros ആഡ് ചെയ്യാം. ഫൈനൽ ഔട്ട്പുട്ട് y ഓഫ് n = 3, 2, 2, 0, 4, 6, 5, 3, 3, 4, 3, 1, 0, 0. സർക്കുലർ കൺവല്യൂഷൻ മെത്തേഡ്സ്. 3 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, തേർഡ് മെത്തേഡ് DFT മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് concentric circle method. Consider two sequences x1 of n and x2 of n. x1 of n is equal to 1 minus 1 minus 2 3 minus 1. x2 of n is equal to 1 2 3. Output y of n is equal to x1 of n circular convolution x2 of n. 3 സ്റ്റെപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ 2 കോൺസെൻട്രിക് സർക്കിൾസ്. അതായത് ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു സർക്കിൾ വരയ്ക്കാം. എൻറ്റർ ദ n സാമ്പിൾസ് ഓഫ് ഫസ്റ്റ് സീക്വൻസ് ആസ് ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് അറൗണ്ട് ഔട്ടർ സർക്കിൾ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആദ്യത്തെ സീക്വൻസിൽ അതായത് x1 ഓഫ് n-ൻ്റെ പോയിൻറ്റ്സ് ഔട്ടർ സർക്കിളിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്തിട്ട് എഴുതുക. നെക്സ്റ്റ് സ്റ്റാർട്ടിങ് അറ്റ് ദ സെയിം പോയിൻറ്റ് എൻ്റർ ദ n സാമ്പിൾസ് ഓഫ് ദ സെക്കൻഡ് സീക്വൻസ് ആസ് ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് അറൗണ്ട് ഇന്നർ സർക്കിൾ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അടുത്തത് രണ്ടാമത്തെ സീക്വൻസിൻ്റെ x2 ഓഫ് n-ൻ്റെ പോയിൻറ്റ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്ത് എഴുതുക. ബാക്കി സ്പേസ് 0 വച്ച് ഫില്ല് ചെയ്യുക. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ സ്ഥലത്തായിരിക്കണം. രണ്ട് സീക്വൻസിലെ പോയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ സ്ഥലത്തായിരിക്കണം. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് മൾട്ടിപ്ലൈ ദ കറസ്പോണ്ടിങ് സാമ്പിൾസ് ഓൺ 2 സർക്കിൾസ് ആൻഡ് സം ദ പ്രോഡക്റ്റ് ടു പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട്. 2 സർക്കിളിലെയും സാമ്പിൾസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് റൊട്ടേറ്റ് ദ ഇന്നർ സർക്കിൾ ഇൻ 1 സാമ്പിൾ at a time in counterclockwise direction and repeat step 2 to obtain next value of output. തേർഡ് സ്റ്റെപ്പിൽ ഇന്നർ സർക്കിളിനെ ഒരു പൊസിഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഡാറ്റാസ് മൾട്ടിപ്ലൈയും ആഡും ചെയ്യുക. Repeat the above procedure until the first sample of inner circle line up with first sample of outer circle once again. സർക്കുലർ കൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ ഫൈനൽ ഔട്ട്പുട്ട് y of 0 is equal to 1 minus 2 plus 9 is equal to 8. Y of 1 is equal to minus 2. Y of 2 is equal to minus 1. Y of 3 is equal to minus 4. Y of 4 is equal to minus 1. So total output, final output, y of n is equal to 8 minus 2 minus 1
-4, -1. Second method, matrix multiplication method. Consider two sequences x1 of n and x2 of n. x1 of n is equal to 1, -1, -2, 3, -1. x2 of n is equal to 1, 2, 3. Output y of n is equal to x1 of n circular convolution x2 of n. രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്, x1 of n, x2 of n. x1 of n-ൽ 5 പോയിൻറ്റ്സ് ഉണ്ട്, x2 of n-ൽ 3 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 5 പോയിൻറ്റ്സ് ഉള്ള x1 of n-നെ ഒരു കോളം മാട്രിക്സ് ആക്കി എഴുതാം. 1, -1, -2, 3, -1 താഴെ കോളം മാട്രിക്സ് ആക്കി എഴുതാം. നെക്സ്റ്റ് സെക്കൻഡ് സീക്വൻസ് x2 of n is equal to 1, 2, 3-നെ 5/5 മാട്രിക്സ് ആയിട്ട് ഫോം ചെയ്യാം. ഈ തന്നേക്കുന്ന രീതിയിൽ 5/5 × 5 മാട്രിക്സ് ആക്കി എഴുതാം. Using matrix multiplication, final output 8, -2, -1, -4, -1. Third method, DFT method. Consider two sequences x1 of n and x2 of n. Output y of n is equal to x1 of n circular convolution x2 of n. DFT of x1 of n circular convolution x2 of n is equal to x1 of k into x2 of k. ഇത് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫൈൻഡ് DFT of x1 of n, അതായത് സാധാരണ DFT മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നേക്കുന്ന ഇൻപുട്ട് സീക്വൻസ് x1 of n-ൻ്റെ DFT കണ്ടെത്തുക, അതാണ് x1 of k. അതുപോലെ സെക്കൻഡ് സീക്വൻസ് x2 of n-ൻ്റെ DFT കണ്ടെത്തുക, x2 of k. സെക്കൻഡ് സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ x1 of k ആൻഡ് x2 of k. x1 of k ഇൻറ്റു x2 of k ചെയ്യുമ്പോൾ x3 of k കിട്ടും. ഫൈനലി തേർഡ് സ്റ്റെപ്പ്, ഫൈൻഡ് ദ IDFT, അതായത് ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് x3 of k. x3 of k-ൻ്റെ IDFT കണ്ടുപിടിച്ചാൽ ഫൈനൽ ആൻസർ കിട്ടും. താങ്ക് യു.